പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഭവിച്ചതിന് തിരുക്കുമാരനും പരിശുദ്ധ മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി, മലയാറ്റൂരാണ് എൻ്റെ വീട്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഞാൻ ആ സമയത്ത് ഒമാനിൽ മിനിസ്ട്രിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഫാമിലി ഇല്ലാതെ ഒമാനിൽ താമസിച്ചതുകൊണ്ട് എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഞാൻ OIT പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ OIT പഠിച്ചു തുടങ്ങി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചേർന്നു. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം സ്പീക്കിംഗ് ഒഴികെ ബാക്കി എല്ലാ മൊഡ്യൂളിലും അത്യാവശ്യം നല്ല സ്കോർ കിട്ടി. അതോടുകൂടി ഞാൻ ബാക്കി എല്ലാ മൊഡ്യൂളും മാറ്റി വെച്ച് സ്പീക്കിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ സ്പീക്കിംഗ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ബാക്കി 3 മൊഡ്യൂളിന് സ്കോർ കുറഞ്ഞു തുടങ്ങി. പിന്നെ ആദ്യം മുതൽ വീണ്ടും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര വിഷമിനി എന്ത് ചെയ്യുന്ന അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ റൂംമേറ്റ് എന്നോട് കൃപാസനത്തെ പറ്റിയും ഈ ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയൊക്കെ പറയുന്നത്. ഞാനങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കാൻ തുടങ്ങി. അന്ന് വരെ രാത്രി വെളുപ്പിന് 2 മണി വരെ OIT പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അതെല്ലാം മാറ്റിവെച്ച് അച്ഛൻ്റെ ധ്യാനങ്ങളും പഴയ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. സെപ്റ്റംബർ 30 എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്. എക്സാമിന് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നുവിട്ട ഉടമ്പടി കാശുരൂപവും ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. അവൾ എൻ്റെ കയ്യിലേക്ക് ആ ഉടമ്പടി കാശുരൂപമല്ല കാശുരൂപം തന്നപ്പോൾ എനിക്ക് ഒരു മഞ്ഞുകട്ട എൻ്റെ കയ്യിലേക്ക് തരുന്നൊരു ഫീലാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഉറപ്പായി എനിക്ക് മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എക്സാമിന് പോയി അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എക്സാമിന് വേണ്ടി ഇനി ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എക്സാമിന് പോയി ഞാൻ എക്സാം എഴുതിയ പേപ്പറിലെല്ലാം കാശുരൂപം എല്ലാം വെച്ചു, പ്രാർത്ഥിച്ചു. അവർ തന്ന ഹെഡ്സെറ്റിലും കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ലിസണിങ് എല്ലാം കേട്ടത്. ലിസണിങ്ങിന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് A പാർട്ടിൽ 24 ആൻസേഴ്സ് ഇതുവരെ കിട്ടിയില്ല. പക്ഷേ എക്സാമിന് ആദ്യമായിട്ട് എനിക്ക് 24 ആൻസേഴ്സ് എഴുതാൻ പറ്റി. പക്ഷേ അതിനുശേഷമുള്ള എക്സാം എല്ലാം ഭയങ്കര ടഫായിരുന്നു. എനിക്കിത് കിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ എന്നാലും ഞാൻ മാതാവിനോടുള്ള വിശ്വാസം ഉറപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ അയർലൻഡ് സ്കോർ വന്ന് മാതാവ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്നെ പാസ്സാക്കി. പക്ഷേ അത് കഴിഞ്ഞ് പ്രോസസ്സിങ് തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു എനിക്ക് ലേബറും എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ വേക്കൻസി ഇല്ല അയർലൻഡിൽ, നീ OIT ഒന്നുകൂടെ എഴുതേണ്ടി വരും, വേക്കൻസി കുറവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ് തന്ന ഈ അനുഗ്രഹം എന്തായാലും മാതാവ് ഇത്രത്തോളം എത്തിച്ച് എന്നെ കൂടെ നടത്തുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ OIT 2ാമത് എഴുതാനൊന്നും പോയില്ല. എൻ്റെ DL കിട്ടാൻ കുറച്ച് താമസം എടുത്തു. പക്ഷേ എന്നാലും എനിക്ക് DL കിട്ടി. എൻ്റെ രണ്ടാമത്തെ ദിവസം ഏജൻസി തന്നെ വിളിച്ചു. ദുബായിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ദുബായിൽ പോകാൻ അന്നേരം ഞാൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്, വേറെ വിസ എടുത്ത് പോകണം, എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ റൂംമേറ്റ് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഓഫാണ്. അവളപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഓഫാണ്, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേറെ വിസ എടുത്ത് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പാസ്സായി. എൻ്റെ പ്രോസസ്സിങ് എല്ലാം വളരെ വേഗം തന്നെ നടന്നു. പക്ഷേ മെഡിക്കലിൻ്റെ സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെയാണ് ഞാൻ നാട്ടിൽ വന്നു മെഡിക്കൽ ചെയ്ത സമയത്ത് TBയുടെ ഒരു ടെസ്റ്റ് ചെയ്യണം, സ്കിൻ ടെസ്റ്റ്. അത് പോസിറ്റീവ് വന്നപ്പോൾ അത് മെഡിക്കലിൻ്റെ ഫിറ്റ്നസ് എടുക്കുന്ന ദിവസം അന്നേ ദിവസം ഡോക്ടേഴ്സ് എല്ലാം സ്ട്രൈക്കാണ്. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചോണ്ട് എന്തായാലും ഫിറ്റ്നസ് കിട്ടത്തില്ല, ആദ്യമായിട്ട് പോകുന്നതല്ലേ, അയർലൻഡിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിനു വേണ്ടി വന്നത്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എന്തായാലും പിറ്റേ ദിവസം ഞാൻ ആ ഫിറ്റ്നസ് എടുക്കുന്ന ഡോക്ടറെ കാണാൻ പോയി. പക്ഷേ ബാക്കി എല്ലാ എൻ്റെ ടെസ്റ്റുകളും നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഫിറ്റ്നസ് കിട്ടി. ഇതെല്ലാം പ്രോസസ്സിങ് എൻ്റെ എളുപ്പത്തിൽ നടന്നു. ഞാൻ 27-ാം തീയതി അയർലൻഡിന് പോവുകയാണ്. അവിടെ വെച്ചിട്ട് എനിക്ക് എക്സാം ഉണ്ട് നവംബർ 2, 9. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകി മാതാവ് എൻ്റെ കൂടെ അതിലും ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡ് ഒരു കിഡ്നി സ്റ്റോൺ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 mm ഉള്ളൊരു വലിയ സ്റ്റോണായിരുന്നു. അത് 2-3 ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അത് കിഡ്നിയിൽ നിന്ന് യൂറിറ്റിലേക്ക് വരുന്ന അവിടെ ബ്ലോക്കായി കിഡ്നിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞാൽ 2 സർജറി വേണ്ടി വരുമെന്നാണ്. ഞാൻ ഒമാനിലായിരുന്ന സമയത്തായതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് വേണ്ടി എൻ്റെ നടുവിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ സർജറിക്ക് വന്നപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി കാശുരൂപം കൊടുത്ത് ഹസ്ബൻഡിനെ സർജറിക്ക് വിട്ടത്. ഒരു സർജറിയിൽ തന്നെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആ സ്റ്റോൺ റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒത്തിരി ചെറുതും വലുതായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും, മലയാളം ഇംഗ്ലീഷ് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ ഞാൻ ഒമാനിലായതുകൊണ്ട് മുസ്ലിം കൺട്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിലെ നെസ്റ്റോയിൽ ലുലുവിലൊക്കെ കൊണ്ടുപോയി വരുന്ന മലയാളികൾക്കാണ് കൊടുക്കാറുള്ളത്. ഇംഗ്ലീഷ് പേപ്പറെല്ലാം വേറെ രാജ്യക്കാർക്ക്, ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞ് സംസാരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയും. ഞാൻ ഇവിടുത്തെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനവും ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ. ഞാൻ ഒമാനിലായിരുന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവിടെ ഞങ്ങളുടെ വീടിനടുത്തൊരു അനാഥാലയം ഒരു ഫാദർ നടത്തുന്നുണ്ട്, അവിടെ
ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ വരുന്ന സാമ്പത്തിക സഹായം അപരിച്ച് വരുന്നവരെല്ലാം ഞാൻ സഹായിക്കാറുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ എക്സാമിന് പോയ അന്ന് എനിക്ക് ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം എക്സാം സെൻറ്ററിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഹോട്ടലിൽ പോയി റൂം എടുത്തിട്ടാണ് എക്സാമിന് പോയത്. ആ ഹോട്ടലിൽ ചെന്ന് റൂം എടുത്ത് അന്ന് സമയം മുതൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഓൾറെഡി എനിക്ക് 25 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. പക്ഷേ എക്സാമിന് ഞാൻ പോയ സമയത്ത് എനിക്ക് മൈഗ്രെയിൻ കൊണ്ട് എനിക്ക് കണ്ണു തുറക്കാനോ ഒന്നും വായിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ആ നിമിഷം എൻ്റെ തലവേദന പോയി. പിന്നെ ഇതുവരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ഞാനൊരു മരുന്ന് ഉപയോഗിക്കുന്നില്ല. ഇത്രത്തോളം അനുഗ്രഹങ്ങളെല്ലാം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 തിരുവചനം പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമായിട്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നന്മകളാണ് ഈ മകൾ അമ്പിളി അജീഷ് ഇപ്പോൾ ഇവിടെ പങ്കുവച്ചത്. തൻ്റെ അയർലൻഡിലേക്കുള്ള താൻ പോകുന്നതിനുള്ള എല്ലാ സാധ്യതകളും എങ്ങനെയാണ് തനിക്ക് അതെല്ലാം ഒരുങ്ങിയത്, അതായത് തനിക്ക് വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ മകള് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമ്മയെ കൂടുതലായിട്ട് അറിയുകയും അതുപോലെ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ഞാൻ ചെല്ലാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പം ഞാൻ ഒമാനിൽ ഒറ്റയ്ക്ക് രാത്രി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് പോകാൻ പേടിയായിരുന്നു. പക്ഷേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും നേരത്തെ മുതൽ ചെറിയൊരു കാര്യങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ അടിക്കുന്ന കൂടുതലായിരുന്നു ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്ത് വന്നാലും അമ്മ നോക്കിക്കോളും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ സമ്പൂർണ്ണ ജപമാലയൊക്കെ ചൊല്ലുവാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ മകൾക്ക് കിട്ടിയ കൃപ, അതുപോലെ ബൈബിൾ വായിക്കുവാൻ, ഇങ്ങനെ ഈശോയെ ഏറ്റവും അടുത്ത് അറിയുന്നത് ഇപ്പോൾ ഇവിടെ ഫ്രഷേഴ്സായിട്ടൊക്കെ വരുന്ന മക്കൾ അവരെങ്ങനെയാണ് ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ അമ്മയെ കൂട്ടുപിടിച്ച് നടന്ന രാത്രികളും ദിവസങ്ങളും തനിക്ക് ആരും അവിടെ ഇല്ലായിരുന്നു. പരിശുദ്ധ അമ്മയും ഈശോയും മാത്രം തനിക്കുള്ള അവർ മാത്രമേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ച് അമ്പിളി നടക്കുമ്പോൾ പിന്നീട് ജീവിതത്തിൽ തനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ, അതായത് ലേബർ റൂം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂ പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് തനിക്ക് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയതും ഇന്ന് അയർലൻഡിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുക. അതുപോലെ തൻ്റെ 25 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ, അത് എക്സാമിൻ്റെ സമയത്ത് തനിക്ക് ഒത്തിരി ആയിരുന്നു. തനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. പിന്നീട് ഇന്ന് വരെയും തനിക്കതുണ്ട് അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യം 20 mm കിഡ്നി സ്റ്റോൺ ആയിരുന്നു. അപ്പോഴതൊക്കെ ഉടമ്പടിയുടെ തന്നെ ഭാഗമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ മകൻ അതിൽ നിന്നൊക്കെ സൗഖ്യ അനുഭവം കിട്ടുകയാണ്. തനിക്കും തൻ്റെ കുടുംബത്തിനും കൃപകൾ ഈശോ നൽകിയത്. അതിനു വേണ്ടിയിട്ട് ഈ മകള് ഒമാനിൽ തന്നെ താൻ ജോലി ചെയ്യുന്ന ഇടത്തും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആളുകളോടൊക്കെ കൃപാസനത്തെക്കുറിച്ച് പറയുവാൻ, കൃപാസന പത്രം അവർക്ക് കൊടുക്കുവാൻ, അതിനൊക്കെ ധൈര്യം കാണിച്ചു. ആ ഒരു അവസ്ഥയിൽ തൻ്റെ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ വീടിനടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള കൃപ തനിക്കുണ്ടായി. അങ്ങനെ ഈശോയെയും അമ്മയെയും കൂടെ കൊണ്ടു നടക്കുന്ന ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിൽ കൃപകളുടെ ഒരു കൃപകൾ വർഷിക്കുന്നതിൻ്റെ ഒരു കൂടാരം തന്നെയായിട്ടാണ് പിന്നീട് കൃപാസനം മാറുക. നമ്മുടെ ജീവിതത്തിൽ നാം ഇവിടെ വന്ന് കരഞ്ഞ് അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈ കൂടാരത്തിനുള്ളിൽ നാമും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മെയും കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം കാരുണ്യവാനാണ്, കരുതലുള്ളവനാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.